അബ്ഡമന്റെ വലത് മുകൾ ഭാഗത്ത് കരളിനോട് ചേർന്ന് ചെറിയൊരു സഞ്ചി പോലെ കാണുന്ന ഒരു ഓർഗനാണ് ഗോൾ ബ്ലാഡർ അഥവാ പിത്താശയം എന്ന് പറയുന്നത്. ഈ പിത്താശയത്തിനെ ബാധിക്കുന്ന അനേക രോഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ കോളിലിത്തിയാസിസ് എന്ന് പറയുന്ന പിത്താശയക്കല്ല്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ പിത്താശയക്കല്ലിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പിത്താശയക്കല്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ എന്ന എൻസൈമിനെ സ്റ്റോർ ചെയ്യുക. അതിന്റെ ആ ഒരു ബൈലിന്റെ ഫംഗ്ഷൻ നമ്മളുടെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഭക്ഷണം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന സമയത്ത് ആവശ്യമായ അളവിൽ അതിനെ സെക്രീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഗോൾ ബ്ലാഡറിന്റെ മെയിൻ ഫംഗ്ഷൻ. എന്നാൽ ചില അവസരത്തിൽ ഈ ഒരു ബൈല് നമ്മുടെ പിത്താശയത്തിൽ അടിഞ്ഞു കൂടുകയും അത് പിന്നീട് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയും ചെയ്യും. രണ്ട് തരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. കൊളസ്ട്രോൾ ക്രിസ്റ്റൽസും ഉണ്ട്, പിഗ്മെന്റഡ് ക്രിസ്റ്റൽസും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന ക്രിസ്റ്റൽസിനെയാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്താശയ കല്ല് എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. വളരെ തീരെ ചെറിയൊരു മണൽത്തരിയുടെ സൈസ് തൊട്ട് അങ്ങേയറ്റം നമ്മൾ കിണറ്റിലും കുളത്തിലും ഒക്കെ കാണുന്ന പെബിൾസിന്റെ ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളുടെ വലിപ്പം വരെ ആകുന്ന തരത്തിൽ ഈ ഒരു സ്റ്റോൺസ് പതിയെ പതിയെ വളരാറുണ്ട്. പിത്താശയക്കല്ല് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെ നമ്മളുടെ ഒരു ജീവിതശൈലി കൊണ്ട് തന്നെ വരുന്ന ഒരു രോഗമാണ്. ഇപ്പം സെഡൻഡറി ലൈഫ്, യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളൊന്നുമില്ലാതെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പിത്താശയക്കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒന്നുമില്ല, അധികം കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും ഒരു വെയിറ്റ് ലോസിങ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചൊക്കെ ആയിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ വേണ്ട രീതിയിൽ എടുക്കാതെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ, ഇപ്പം 2-3 വീക്സിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ 10 കിലോഗ്രാംസ് ഒക്കെ കുറയ്ക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഈ ഒരു പിത്താശയക്കല്ല് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കറക്റ്റ് ടൈമിങ്ങിന് ഭക്ഷണം കഴിക്കാത്തവർക്ക്, അതായത് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ക്രോണിക് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നവർക്കൊക്കെ പിത്താശയക്കല്ല് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സോ ബൈലിന്റെ ഒരു സെക്രീഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈൽ പിത്താശയത്തിൽ അടിഞ്ഞുകൂടാനും പിന്നീട് കല്ലായിട്ട് രൂപാന്തരപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോണുകളുടെ വ്യതിയാനമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു പിഗ്മെന്റ് സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാകാറുണ്ട്. അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പിത്താശയക്കല്ലിന് കാരണമാകാറുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം പറയുന്നത്, ഇത് പലപ്പോഴും ഫാറ്റ് 40 ഫെർട്ടൈൽ ഫെയർ ഫീമെയിൽസിന് വരുമെന്നാണ് പറയുന്നത്. അതായത് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുമാതിരി തടിച്ച സ്ത്രീകൾക്ക് ഈ ഒരു പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ ജനറ്റിക്സ് ഇതിനൊരു ചെറിയ കാരണമാകാറുണ്ട്. പിന്നെ പലപ്പോഴും ലിവർ സിറോസിസ് പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് വഴിയൊക്കെ ചിലപ്പോൾ ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടാറുണ്ട്. പിത്താശയക്കല്ല് ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണ്? ആദ്യമൊക്കെ ഇത് പലപ്പോഴും അസിംറ്റമാറ്റിക്, അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും രൂപപ്പെടുന്നത്. എന്നാൽ കുറച്ച് സിവിയർ ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റോൺസ് ഒന്നെങ്കിൽ വലുതാവുക, അല്ലെങ്കിൽ നമ്മുടെ പിത്താശയത്തിന്റെ നെക്കിലൊക്കെ പോയി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ പ്രധാനമായിട്ടും വയറുവേദനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. വയറുവേദന എന്ന് പറയുമ്പോൾ വയറിന്റെ ഈ ഒരു വലത് ഭാഗത്ത്, മുകൾ ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ഇത് പലപ്പോഴും വലുത് തോളിലേക്ക്, അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിലേക്ക്, പുറഭാഗത്തേക്ക് ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആയിരിക്കും. അതോടൊപ്പം എല്ലായ്പ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവാം. അതുപോലെ വയറിളക്കം ചിലർക്ക് വരാം. പിന്നെ ജോണ്ടിസിന്റെ പോലെയുള്ള സിംറ്റംസ് ചിലർക്ക് കാണിച്ചു എന്ന് വരാം. അതായത് സ്കിന്നിലും കണ്ണിലും ഒക്കെ മഞ്ഞ കലർന്ന നിറം വരുന്നതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വരുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് താല്പര്യമില്ലാതെ വരുന്നു. അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു. ചിലപ്പം ഒരു ചെറിയ ടെമ്പറേച്ചറും കൂടി ഇതിനോടൊപ്പം ചേർന്ന് കാണാറുണ്ട്.
ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം പലപ്പോഴും നമ്മളൊരു ഫാറ്റി ആയിട്ടുള്ള മീൽ എടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് ബിരിയാണി അങ്ങനെ കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമായിരിക്കും അധികരിക്കുന്നത്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയാണ്. കൂടാതെ CT പോലെയുള്ള ടെസ്റ്റുകളിൽ, അതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറുണ്ട്. പിത്താശയക്കല്ല് നമുക്ക് എങ്ങനെ ചികിത്സിച്ച് മാറ്റാം? ഇത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഹോമിയോപ്പതിയിൽ നമുക്ക് പിത്താശയക്കല്ലിന് ഒരുപാട് നല്ല മരുന്നുകൾ, മെഡിസിൻസ് അവൈലബിൾ ആണ്. പലപ്പോഴും മെഡിസിൻസിനോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതുപോലെ ലൈഫ് സ്റ്റൈലും കൂടി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്ത് സർജറി കൂടാതെ തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് പിത്താശയക്കല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പിത്താശയക്കല്ല് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. തീർച്ചയായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ റെഡ് മീറ്റ്, ഇതിന്റെ ഒക്കെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതിൽ തന്നെ മത്തൻ, ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസ്, ആപ്പിൾ, പപ്പായ, ഗുവ പോലെയുള്ള ഫ്രൂട്ട്സ്, ഇതെല്ലാം ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലതുപോലെ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ബൈൽ സോൾട്ട് പ്രോപ്പറായിട്ട് സെക്രേറ്റഡ് ആവാതെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രോസസ്ഡ് ഫുഡ്, അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ വരുന്ന ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും.